ക്രിസ്ത്യൻ വോട്ടുകൾ BJPയുടെ തട്ടകമായ തിരുവനന്തപുരത്ത് പോലും അതിനിർണായകം. മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് ക്രിസ്ത്യൻ ബെൽറ്റിൽ വളരെ ചേഞ്ച് വരുത്താൻ കഴിയുന്നതാണ് ഈ സാബു ജേക്കബുമായിട്ട് 2020 ബന്ധം. അപ്പോൾ ഒരു നല്ല ത്രികോണ മത്സരത്തിനുള്ള സാധ്യത പാലായിൽ വരുമ്പോൾ ഒരു പക്ഷേ ഷോൺ ജോർജ് അവിടുന്ന് വിജയിച്ച് കയറാനുള്ള സാധ്യതയും തള്ളിക്കറിയാൻ പറ്റില്ല. ഓരോ മണ്ഡലങ്ങളും സൂക്ഷ്മദർശിനി വെച്ച് നോക്കുകയും അവിടെ ഏതൊക്കെ വിഭാഗങ്ങളിലുള്ള വോട്ടുകളാണ് നമുക്ക് കിട്ടാത്തതെന്ന്, അതുകൊണ്ടാണ് നമ്മുടെ പരാജയം അല്ലെങ്കിൽ വിജയം എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിൽ ഒരു എക്സ്പെർട്ടാണ് നിരുന്നത്. ഒരു കാല് നേരത്തെ തന്നെ ഒടിഞ്ഞിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം എന്നതിൽ. അപ്പം അതിലൊരു മന്ദം കൂടെ കയറി പിടിച്ചിരിക്കുന്നതാണ് അയ്യപ്പ കോപം. അതെ, അപ്പോൾ ഒടിഞ്ഞ കാലിൽ മന്ദം കൂടെ വന്ന ഒരവസ്ഥയിലാണ് ഇപ്പം LDF നീങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ മാറുന്നെങ്കിൽ അത് UDFനായിരിക്കും നഷ്ടം വരിക ഏറ്റവും കൂടുതൽ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേരളത്തിലെ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. അത് പരിശോധിക്കുകയാണെന്ന് ടോക്കിംഗ് പോയിന്റ്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കിരൺ റിജിജു നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടിക്കാഴ്ചകൾക്ക് എത്രത്തോളം പ്രാധാന്യമാണ് രാഷ്ട്രീയമായി നമുക്ക് കൽപ്പിക്കാൻ സാധിക്കുക? എന്ത് തോന്നുന്നു അങ്ങേക്ക്? തീർച്ചയായിട്ടും BJPയുടെ ഭാവി ഒരു മൈനോറിറ്റി സെക്ടറെ കൂടെ അവരുടെ കൂടെ നിർത്തുന്നതിൽ മാത്രമാണ് എന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ 4ാം തവണ ഇവിടെ തിരുവനന്തപുരത്ത് തരൂർ മത്സരിക്കുകയുണ്ടായി. തരൂർ ഈ തിരുവനന്തപുരത്തിന് വേണ്ടി കഴിഞ്ഞ 3 തവണയും 12 വർഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തിരുവനന്തപുരത്തുകാർ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു സങ്കടകരമായ കാര്യമാണ്. എന്നിട്ടും 4ാം തവണയും ഒരുപാട് വാഗ്ദാനങ്ങൾ, ഒരുപാട് ട്രാക്ക് റെക്കോർഡും ഒക്കെയുള്ള രാജീവ് ചന്ദ്രശേഖർ വന്ന് മത്സരിച്ച് മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ഈ ഹിന്ദു ബെൽറ്റിലെല്ലാം തൂത്തുപെറുക്കി വോട്ട് കിട്ടിയിട്ടും കോസ്റ്റൽ ബെൽറ്റിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള പ്രാമുഖ്യവും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അത് കാരണം കൊണ്ട് അദ്ദേഹം 16,000-ൽ പരം വോട്ടിന് തോറ്റുപോയി. ഒരു പാർലമെന്ററി നിയോജകമണ്ഡലമാണ്. അതെ, ഏകദേശം 10 ലക്ഷം വോട്ടുള്ള സ്ഥലത്ത് വെറും 16,000 വോട്ടിന് അദ്ദേഹം തോൽക്കുന്ന സാഹചര്യമുണ്ട്. ഒരു 8,000 വോട്ട് ഇനി ചില്ലറ ഇപ്പുറത്ത് വന്നിരുന്നെങ്കിൽ അദ്ദേഹം ജയിച്ചു പോയനെ. അപ്പോൾ അവിടെ എന്താ വന്നത്? തിരുവനന്തപുരം മണ്ഡലത്തിലെയും പാറശാല, അതുപോലെ തന്നെ കോവളം, നെയ്യാറ്റിൻകര, അതേ വിധത്തിൽ വരുന്ന കാട്ടാക്കടയിലെയൊക്കെ ചില ബെൽറ്റുകളിൽ ഉള്ള ക്രിസ്ത്യൻ വോട്ടുകൾ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് സ്വരൂപിക്കാൻ വേണ്ടെന്നല്ല, ശരിയായ രീതിയിൽ ഒട്ടും തന്നെ സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ പരാജയത്തിന്റെ കാരണം. ബാക്കി എല്ലായിടത്തും വൻ മുന്നേറ്റം അദ്ദേഹം ഉണ്ടാക്കി. ആ മുന്നേറ്റം എന്നാൽ ഒന്നും ബന്ധപ്പെടാതെ നിന്ന, വെറുതെ ചിരിച്ചു കളിച്ച് വന്നു പോയിരുന്ന ശശി തരൂർ പാട്ടും പാടി 4ാമതും ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതെന്താണ് കാണിക്കുന്നത്? ക്രിസ്ത്യൻ വോട്ടുകൾ BJPയുടെ തട്ടകമായ തിരുവനന്തപുരത്ത് പോലും അതിനിർണായകം. അപ്പൊ പിന്നെ എറണാകുളം പറയണോ? പത്തനംതിട്ട പറയണോ? കോട്ടയം പറയണോ? തൃശ്ശൂർ നിർണായകമാണ്, വളരെ നിർണായകമാണ്. തൃശ്ശൂരത്തെ അതിപ്പോ 2020 പിടിച്ചത് കൊണ്ട് മാത്രമായില്ല, 2020 പുരോഹിതന്മാരുടെ ഒരു ബാക്കിംഗ് കൂടെ വേണം. അല്ല, 2020 കാര്യമെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സാബു ജേക്കബിന് വളരെ നല്ല സ്വാധീനമാണ് ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങളുമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതും ഈ കിരൺ റിജിജുവിന്റെ കൂടിക്കാഴ്ചയും തമ്മിലും നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുന്നതല്ലേ? കാരണം അത്തരത്തിലൊരു ബാക്കപ്പ് കൂടി ഇപ്പോൾ BJPക്ക് ലഭിക്കുന്നുണ്ട് സാബു ജേക്കബിന്റെ. ആ ബാക്കപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു ബൂസ്റ്റ് ആവാനായിട്ട് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടല്ല. നമുക്ക് ഇപ്പോൾ BJP A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഒരു 40 എണ്ണം ഉണ്ട്. ഈ 40 എണ്ണത്തിൽ ഒരു 20 മണ്ഡലങ്ങളിൽ എങ്കിലും അവർ 40,000-നും അതിനെ അടുപ്പിച്ച് വോട്ട് പിടിച്ച സ്ഥലങ്ങളാണ്. 45,000-40,000 വോട്ട് പിടിച്ച സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടെ പോലും ഒരു 5,000 വോട്ടും കൂടെ കിട്ടിയാലേ ഒരു നല്ല ത്രികോണ മത്സരം നടത്തി വിജയിക്കാനുള്ള ശക്തിയാകുള്ളൂ എന്നുള്ളതാണ്. 50,000 വോട്ടാണ് ശരിക്ക് കംഫർട്ടബിൾ എന്ന് പറയേണ്ടത്. ഒരു പാർട്ടിക്ക് ഒരു 50,000 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു 50,000 വോട്ട് കിട്ടി നല്ലൊരു സ്ഥാനാർത്ഥിയും കൂടെ വന്നാൽ അത് ചിലപ്പോൾ 52-ഓ 55-ഓ ഒക്കെ ആയി, ചിലപ്പോൾ 60-ഓ ഒക്കെ ആയി മുന്നേറിയിരിക്കും. പക്ഷെ 40 എന്ന് പറയുന്നത് അത്ര ഒരു ഈസി ഫിഗർ അല്ല. ചിലപ്പം രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ആൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവിടെ 15,000-ഓ 20,000 വോട്ടൊക്കെ മറിഞ്ഞിരിക്കും. അതൊരു അത്ഭുതം പോലെ വരുന്നതാണ്.
ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കണ്ടുകൊണ്ട് കിട്ടുന്നതാണ്. പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെ ലഭിക്കാറില്ല. എപ്പോഴും നമുക്ക് സൂപ്പർ സ്റ്റാർ കഥാപാത്രങ്ങളെ BJPക്ക് നല്ല ഒരു പാർട്ടിക്കും ഇറക്കാൻ കഴിയില്ലല്ലോ. അത് അവർക്കറിയാം. അപ്പോൾ സാധാരണക്കാരായ അതിൽ മികച്ചവരായ പ്രവർത്തകരെ ഇറക്കി കഴിഞ്ഞാലും കൺസിഡറബിൾ ആയിട്ടുള്ള ഹിന്ദു വോട്ട് കിട്ടുന്നതിനോടൊപ്പം ഒരു ന്യൂനപക്ഷ പ്രോത്സാഹനവും കൂടെ കിട്ടിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നറിയാം. ഞാൻ ചോദിച്ചോട്ടെ സാറേ, അപ്പോൾ ഈ തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ BJPക്ക് സാധിച്ചില്ല. അപ്പോൾ അത് ഒരു പ്രതീക്ഷയ്ക്കേറ്റ മങ്ങലാണ്. അതെ, അതിന് ഒരു പരിഹാരം കണ്ടെത്തുക. സാബു ജേക്കബുമായുള്ള കൂടിക്കാഴ്ചയിൽ പുതിയൊരു പ്രതീക്ഷ അതിലൂടെ കൈവന്നു. ഇപ്പോൾ ഇതാ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എന്താണ് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സഭയുടെ ഭാഗത്തു നിന്നും. റാഫേൽ തട്ടിൽ പിതാവുമായിട്ടുള്ള ചർച്ചയിൽ ചില ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് അത് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിരൺ റിജിജുവിന് ഇത്തരത്തിലുള്ള ചർച്ചകൾ പുതുമയുള്ള കാര്യമല്ല. അദ്ദേഹം നോർത്ത് ഈസ്റ്റിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളാണ്. അരുണാചൽ പ്രദേശുകാരനാണ്. അരുണാചൽ പ്രദേശിൽ ക്രിസ്ത്യാനികൾ വളരെയധികം ഉള്ളതാണ്. പിന്നെ അദ്ദേഹം ഡൽഹിയിൽ ബേസ് ഉള്ളപ്പോൾ ആ ഡൽഹിയിലും അതൊക്കെ തന്നെയാണ്. നോർത്ത് ഈസ്റ്റേൺ കൺട്രീസിൽ പലയിടത്തും അദ്ദേഹം എക്സ്റ്റെൻസീവായി ട്രാവൽ ചെയ്യുകയും BJPക്ക് വേണ്ടി ഇതുപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി ലീഡേഴ്സുമായിട്ടും വളരെ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളാണ്. പിന്നെ അദ്ദേഹം മൈനോറിറ്റി വകുപ്പിന്റെ ലീഡറും കൂടെയാണ്, മന്ത്രിയും കൂടെയാണ്. അപ്പൊ ആ ഒരു പ്രത്യേകതയും കൂടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരാവശ്യം ഒരു അല്പം അതിരുകടന്ന ആവശ്യമാണ്. മൈക്രോ മൈനോറിറ്റി പദവി എന്ന് പറയുന്നത്, മൈനോറിറ്റി പദവി എന്ന് പറയുന്നത് അങ്ങനെ ഈസി ആയിട്ട് കൊടുക്കാൻ കഴിയുന്നതല്ല. പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് ചില കൺസിഡറേഷൻസ് വരുത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ പലരും മനസ്സിലാക്കുന്നത്. ആ എണ്ണം അനുസരിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മൈക്രോ മൈനോറിറ്റി കണക്കെടുപ്പൊക്കെ വേണ്ടി വരും. ഇപ്പൊ ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഇപ്പോ സെൻസസ് വരുന്നുണ്ട്. ആ സെൻസസിൽ ഇനി അടുത്ത് വരുന്ന സെൻസസിൽ അതിന്റെ ചില പ്രത്യേകത നോക്കിയിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനി അല്ലാതെ ക്രിസ്ത്യാനി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതൊരു വലിയ വിഭാഗമാണ്. 1.5 ഞങ്ങൾക്കുള്ളൂ ആ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിൽക്കുന്നില്ല. ഇപ്പൊ ആന്ധ്രാപ്രദേശിലൊക്കെ പേര് ഇപ്പോഴും റെഡ്ഡിയും റാവു ഒക്കെ തന്നെ. പക്ഷേ ആള് ക്രിസ്ത്യാനിയാണ്. ആ പള്ളിയിൽ വേറൊരു പേരാണ്. അതുപോലെ ഇന്ന് നമ്മുടെ കേരളത്തിലും അങ്ങനെ ഉണ്ടല്ലോ. പലയിടത്തും രാജ എന്ന പേര് അല്ലെങ്കിൽ രാജൻ എന്ന പേര് പള്ളി വരുമ്പോൾ ക്രിസ്തുരാജനാവും. ഇങ്ങനെ അത് ഒരു സത്യമാണ്. ഹിന്ദുവിന്റെ ആനുകൂല്യങ്ങൾ, ഹിന്ദുവിന്റെ പിന്നോക്കക്കാരന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ക്രിസ്ത്യാനിയായി നിൽക്കുന്ന അവസ്ഥ. ഒരുപക്ഷെ അത് പരിഹരിക്കുന്നതിനും കൂടെ ആയിരിക്കാം അവർ ചിലപ്പോൾ മൈനോറിറ്റി എന്നുള്ളൊരു പദവി ചോദിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യം കിട്ടിയാൽ നമുക്ക് ഈ ഡ്യുവൽ റോളിൽ നിന്ന് മാറാമല്ലോ എന്നവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. അതെ, തീർച്ചയായിട്ടും. ക്രിസ്തുരാജായിട്ട് തന്നെ കൊണ്ടുപോകാം. രാജനാക്കി വെളിയിൽ നിർത്തിയിട്ട് പള്ളി ഒന്ന് ക്രിസ്തുരാജനാക്കണ്ട. ആ ഒരു എളുപ്പവും കൂടെ അവർക്കതുണ്ട്. അല്ല, ഈ BJPയുടെ ചില പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ചിലതൊക്കെ തന്നെ പത്തനംതിട്ടയിലുണ്ട്, ആലപ്പുഴയിലുണ്ട്, അതുപോലെ തന്നെ ഷോൺ ജോർജ് നിൽക്കാൻ പോകുന്ന പാല വളരെ നിർണായകമല്ലേ. അവിടെ എന്തിന് ചെങ്ങന്നൂര് പോലും അതിലൊക്കെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ്. പത്തനംതിട്ട നിൽക്കാൻ പോകുന്നു. ആ പത്തനംതിട്ടയിലെ മണ്ഡലങ്ങൾ കോന്നി അടക്കമുള്ളവ എല്ലായിടത്തും ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ്. ശരിയാണ്. പാലായിൽ മിക്ക സ്ഥലത്തും നിർണായകമാണ്. തൃശ്ശൂർ അത് വളരെ നിർണായകമാണ്. തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് കോസ്റ്റൽ ബെൽറ്റിലെ എല്ലാ മണ്ഡലങ്ങളിലും നിർണായകമാണ്. അതുപോലെ തന്നെ ഈ എറണാകുളം, മധ്യ തിരുവിതാംകൂർ വെച്ച് നോക്കുകയാണ്, മധ്യ കേരളത്തിൽ നിന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബെൽറ്റ് അങ്ങ് എന്തിനെ കണ്ണൂർ പോലും നമുക്കറിയാമല്ലോ. 2-3 മിനിമം മണ്ഡലങ്ങളിലെങ്കിലും ക്രിസ്ത്യന്റെ വോട്ട് വളരെ നിർണായകമാണ്. അപ്പോൾ അവിടുന്നാണ് സണ്ണി ജോസഫ് ഒക്കെ നമുക്ക് നിരന്തരം വിജയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാമല്ലോ. അതെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അവർ മുന്നോട്ട് പോവുകയാണ് BJP. അത് വളരെ തന്ത്രപരമായും മികച്ച ഒരു നീക്കം തന്നെയാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കുകയും ചെയ്യാം. ഈ സമാന്തരമായി ഒട്ടേറെ നീക്കങ്ങൾ BJP സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ആവുമോ? അല്ല, അവര് എല്ലാ അടവും പ്രയോഗിച്ചുകൊണ്ട് മുന്നേറാൻ തന്നെ നിൽക്കുകയാണ്. കാരണം രണ്ടും കൽപ്പിച്ചാണ്. കേരളത്തിൽ ഒരു വേരുണ്ടാക്കുക, അതിന് അനുകൂലമായ സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു അവർക്കും തോന്നി തുടങ്ങി. ഇപ്പോ കേരളത്തിൽ ഒരു റീതിങ്കിങ്ങിന്റെ ടൈമാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ ഒരു വലിയ റീതിങ്കിങ് വന്നിട്ടുണ്ട്. നമ്മുടെ ഐക്യം പ്രധാനപ്പെട്ടതാണ്. അത് ഉണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയമായി നമ്മൾ പിന്തള്ളപ്പെടും.
രാഷ്ട്രീയമായി പിന്തള്ളപ്പെട്ടാൽ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ആളില്ലാതെ വരികയും നമ്മുടെ വസ്തു ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങൾ കേരളത്തിലുടനീളം നടക്കുന്നു എന്നൊക്കെയുള്ളത് അവർക്കൊരു തിരിച്ചറിവാണ്. അതുപോലെ തന്നെ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ കൊള്ള, അത് ഉണ്ടാക്കിയിരിക്കുന്ന അതിഭയങ്കരമായ വേദന ഹിന്ദു സമൂഹത്തിന് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ വയ്യ എന്നുള്ളതാണ് സത്യം. അത് എനിക്ക് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും സ്ത്രീകളടക്കം പ്രാഗിക്കൊണ്ട് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന സാഹചര്യം. അപ്പൊ അതൊക്കെ പലപ്പോഴും BJPക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങിപ്പോൾ പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒന്നായി ശബരിമല ഇഷ്യൂ മാറുമ്പോൾ 1,38,00,000 സ്ത്രീ വോട്ടർമാരാണ് നമുക്ക് ഉള്ളത്. 1,38,27,000 പരം സ്ത്രീ വോട്ടർമാരുണ്ട്. 1,31,00,000 പരം പുരുഷ വോട്ടർമാരാണ് ഉള്ളത്. അപ്പോൾ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒട്ടേറെ വീഴ്ചകൾ ഭരണമുന്നണിക്ക് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? കാരണം അവരുടെ മനസ്സിലേക്ക് വേഗത്തിൽ കയറുകയും ഇമോഷണലി അവരെ കൂടുതൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് പീഡനം വഴിയായാലും അല്ലെങ്കിൽ ആശുപത്രിയിലെ വീഴ്ചകളായാലും കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായാലും തെരുവിൽ നടക്കുന്ന പ്രശ്നങ്ങളായാലും തങ്ങളുടെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമയായി പോകുന്ന അവസ്ഥ വരുന്നു. അതിന് ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ. കുട്ടികളെ സ്കൂളിലും കോളേജിലും വിട്ടാൽ അവർ തലതല്ലി കയറി സമരവും ചെയ്തു വരുന്ന അവസ്ഥ. ഇതൊരു അനാർക്കിയിലേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇവിടെ കുട്ടികൾ ഇവിടെ അല്ല പഠിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ നീക്കം, അത് മാക്സിമം പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇതിപ്പോ BJP ആദ്യം നടത്തിയത് നമ്മൾ കണ്ടല്ലോ, ക്രിസ്മസിന് കേക്കും കൊണ്ടുപോവുക. അതൊന്നും അത്ര വിജയകരമാകുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ക്രിസ്ത്യൻ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അപ്പൊ അതിനാണ് 2020 പിന്നെ കേരള കോൺഗ്രസിനെ നോക്കിയിട്ട് പലപ്പോഴും അത് നടന്നിട്ടില്ല. കെ എം മാണിയുടെ കാലം മുതൽ തന്നെ കേരള കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനെ കൈക്കലാക്കാൻ അവർ നോക്കിയിട്ടുണ്ട്. ജോസ് കെ മാണിയെ പലപ്പോഴും അവർ വല വീശിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ ഒരു വലിയ പ്രലോഭനത്തിന്റെ പേരിൽ അവരകന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020 ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് ക്രിസ്ത്യൻ ബെൽറ്റിൽ വളരെ ചേഞ്ച് വരുത്താൻ കഴിയുന്നതാണ് ഈ സാബു ജേക്കബുമായിട്ട് 2020 ബന്ധം. അത് ഒരു വലിയ പാലം അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ജേക്കബ് തോമസ്, മുൻ DGP അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി ചിലപ്പോ മത്സരിച്ചേക്കൊന്നും, അതെ, കൊടുങ്ങല്ലൂരോ അങ്ങനെയും ഒക്കെ ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ട്രംപ് കാർഡുകൾ നിരവധി ഇറക്കി കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നീക്കമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വലുതാണ് ഈ ഷോൺ ജോർജും അനൂപ് ആന്റണിയും ചേർന്ന് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് കൂടിയുള്ളവരാണല്ലോ. അതെ. ഷോൺ ജോർജ് വളരെ പക്വമതിയായിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഞാൻ ഈ ക്രിസ്ത്യൻ ബെൽറ്റിലൊക്കെ ചോദിക്കുമ്പോഴും പറയുന്നത് ഷോൺ ജോർജിന്റെ പ്രവർത്തനം വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരുപക്ഷെ പാലായിൽ നിന്ന് വിജയിച്ചാലും അത്ഭുതമില്ല. തീർച്ചയായിട്ടും. കാരണം അവിടെ ഇദ്ദേഹത്തിന്റെ അച്ഛനും ഒരുപാട് വോട്ടുണ്ട്. ആ വോട്ടുകൾ ഇപ്പോൾ കൊടുക്കുന്നത് ജോസ് കെ മാണിക്കുള്ള വിരോധം കൊണ്ട് മാണി സി കാപ്പനാണ്. മാണി സി കാപ്പൻ ഇപ്പോൾ അല്പം ഭയത്തിലാണ്. ഇങ്ങനെ കിട്ടുന്ന വോട്ടുകൾ ഇല്ലാതായി പോകുമോ? PC ജോർജിന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ, അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഉള്ള ചില കേന്ദ്രങ്ങളിലെ വോട്ടുകൾ തനിക്കില്ലാതായി പോകുമോ? 2000-3000 ആണെങ്കിൽ പോലും അത് വലിയ ശക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ വലിയ ഘടകമാണ്. അതൊക്കെ ഇനിയിപ്പം മകനായിരിക്കും കിട്ടുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു നല്ല ത്രികോണ മത്സരത്തിനുള്ള സാധ്യത പാലായിൽ വരുമ്പോൾ ഒരു പക്ഷേ ഷോൺ ജോർജ് അവിടുന്ന് വിജയിച്ച് കയറാനുള്ള സാധ്യതയും തള്ളിക്കറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് 2020 കൂട്ടുകൂടിയത്. അവിടെ സാബു ജേക്കബ് എന്ന അതികായനെ കൂട്ടുപിടിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിലൂടെ സഭകളിലേക്ക് റോഡ് വെക്കാൻ സാധിച്ചു. 3 മണ്ഡലങ്ങളെങ്കിലും എറണാകുളത്ത്, കോതമംഗലം പോലുള്ള സ്ഥലങ്ങൾ, മൂവാറ്റുപുഴ ഒക്കെ വേണമെങ്കിൽ ശക്തി നൽകാൻ കഴിയുന്ന വിധത്തിൽ, പെരുമ്പാവൂര് ഒക്കെ ഈ 2020യും BJPയും ചേർന്നാൽ, ഇവൻ ചാലക്കുടി വരെ ചില നിർണായക നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ ആ ബെൽറ്റിൽ 3-4 സീറ്റുകൾ പിന്നെ BJP
2020 കൂട്ടായ്മ അതെ. അവരിൽ ആര് മത്സരിച്ചാലും ഈക്വലായി സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വിജയം കൊയ്യാൻ കഴിയും. ഇതിന് കടത്തുരുത്തി പോലും കേരള കോൺഗ്രസിന്റെ മണ്ഡലമാണ് കടത്തുരുത്തി. അതെ. കടത്തുരുത്തിയിൽ പോലും ഇപ്പോൾ ടൈറ്റ് ഫൈറ്റിലേക്ക് പോകുന്ന വിധത്തിലേക്ക് 2020 വന്നപ്പോൾ പിക്ചർ മാറിയിട്ടുണ്ട്. അപ്പൊ അതിന് പുറമെയാണ് ഇപ്പോൾ കിരൺ റിജിജു വന്നിരിക്കുന്നത്. മാർച്ച് ആദ്യവാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ട് കേരളത്തിൽ, കൊച്ചിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കിരൺ റിജിജു കൃത്യമായി നിലമുഴുതിടുകയാണോ പ്രധാനമന്ത്രിക്ക്? തീർച്ചയായിട്ടും. അതിന് മുമ്പേ ഒരു നിലം ഒരാൾ വന്ന് സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയിട്ട് പോയിട്ടുണ്ട്. നിതിൻ നവീൻ. അതെ, അദ്ദേഹം ഇതിന്റെ എക്സ്പെർട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് എക്സ്പെർട്ടാണ്. ഓരോ മണ്ഡലങ്ങളും സൂക്ഷ്മദർശിനി വെച്ച് നോക്കുകയും അവിടെ ഏതൊക്കെ വിഭാഗങ്ങളിലുള്ള വോട്ടുകളാണ് നമുക്ക് കിട്ടാത്തതെന്ന്, അതുകൊണ്ടാണ് നമ്മുടെ പരാജയം അല്ലെങ്കിൽ വിജയം എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിൽ ഒരു എക്സ്പെർട്ടാണ് നിതിൻ നവീൻ. അതാണ് മൈക്രോ മാനേജ്മെന്റ് എക്സ്പെർട്ടാണ്. ബീഹാറിൽ അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ നമ്മുടെ ചർച്ചയിൽ അങ്ങ് പറഞ്ഞു. തീർച്ചയായിട്ടും അത് എപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആരും അറിയാതിരുന്ന ഒരാളെ പെട്ടെന്ന് പൊക്കി BJPയുടെ ദേശീയ അധ്യക്ഷനാക്കിയത്. അത് വളരെ ഒരു ടാക്ടിക്കൽ, അല്ലെങ്കിൽ ഒരു ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ ദീർഘവീക്ഷണമുള്ള ഒരു തീരുമാനം. തീർച്ചയായിട്ടും കഴിവുള്ളവനെ കണ്ടെത്തുന്നു, നേരെ കൃത്യമായ പോസ്റ്റിലേക്ക്. ഇനി ഒരു 30 വർഷത്തേക്ക് BJPക്ക് അസറ്റ് ആയിട്ടുള്ള ഒരു ലീഡറിനെയാണ് ആ വിധത്തിൽ അവർ നേടിയിരിക്കുന്നത്. അതെ, ഹൈലൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും BJP കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ വളരെ ആസൂത്രിതമാണ്, ഓർക്കസ്ട്രേറ്റഡ് ആണ്. പല RSS ആണെങ്കിലും BJP ആണെങ്കിലും മറ്റ് ഘടകകക്ഷികളാണെങ്കിലും തന്നെയും വളരെ വളരെ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഒരേ സമയം കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രത്തെ പോലെ മുന്നോട്ട് പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാനാണ് ഏറെ എന്നുള്ള ഒരു ചിന്തയും ഉണ്ടെന്ന് തോന്നുന്നു. വളരെയധികം നേടാനുണ്ട് എന്നുള്ള ചിന്തയുണ്ട്. ഇത്തവണ ഒരു നിർണായകമായ ഒരു സാന്നിധ്യം നമ്മുടെ കേരള അസംബ്ലിയിൽ ഉണ്ടാവണം എന്നവർ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപക്ഷെ ഒരു ഹങ് സിറ്റുവേഷന് പോലും സാധ്യതയുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ചില പരാജയങ്ങൾ. ഒന്ന്, പിന്നെ ഒരു കാല് നേരത്തെ തന്നെ ഒടിഞ്ഞിരിക്കുകയാണ് ന്യൂനപക്ഷ ഭരണവിരുദ്ധ വികാരം എന്നതിൽ. അപ്പൊ അതിലൊരു മന്ദം കൂടെ കയറി പിടിച്ചിരിക്കുന്നതാണ് അയ്യപ്പ കോളം. അതെ. അപ്പൊ ഒടിഞ്ഞ കാലില് മന്ദം കൂടെ വന്ന ഒരവസ്ഥയിലാണ് ഇപ്പം LDF നീങ്ങുന്നത്. ഓക്കെ. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടു സൗത്ത് തന്നെയാണ്. ആ സൗത്തിലെ ആലപ്പുഴ ആയാലും കൊല്ലമായാലും തിരുവനന്തപുരമായാലും നിർണായകമാണ്. ഒരു 34 സീറ്റുണ്ട്. അതിൽ ഏറെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായിരുന്നു. ഒരു 30 സീറ്റെങ്കിലും LDFന് അനുകൂലമായി വരുന്ന വിധത്തിലാണ്. 30 അല്ല, ഒരു 25 സീറ്റ് തീർച്ചയായിട്ടും LDFന് അനുകൂലമാകും ആ വിധത്തിലാണ്. അപ്പോൾ ഒരു 50 സീറ്റിൽ ബാക്കി നോക്കിയാൽ മതി. 34 കഴിഞ്ഞ് ബാക്കി വരുന്ന 100 ചിലവാനും സീറ്റുകളിൽ, ഒരു 105 സീറ്റുകളിൽ 50 എണ്ണം ബാക്കി നോക്കിയാൽ മതി ഭൂരിപക്ഷം കിട്ടാനായിട്ട്. പക്ഷെ ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ അയ്യപ്പ കോപം കിടന്ന് കളിക്കുന്നുണ്ട്. അത് വളരെ നിർണായകമാണ്. ആ സന്ദർഭത്തിലാണ് BJPയുടെ ഈ നീക്കം വന്നിരിക്കുന്നത്. അവിടെയൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? ഒരുപക്ഷെ UDFന് ബദലായിട്ട് ജനങ്ങൾ തങ്ങളെ തിരഞ്ഞെടുക്കുമോ എന്നുള്ള ഒരു ചാൻസ് വരണമെങ്കിൽ അവിടെ ഒരു ടഫ് ഫൈറ്റിനുള്ള പോസിബിലിറ്റി കൊടുക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, BJP നടത്തുന്ന ഈ നീക്കം, കിരൺ റിജിജുവിന്റെ കൂടിക്കാഴ്ചകൾ, അതുപോലെ തന്നെ നിതിൻ നവീൻ നടത്തിയ നിരീക്ഷണം, പ്രധാനമന്ത്രിയുടെ വരവ്, ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന വോട്ടുകൾ, അല്ലെങ്കിൽ ആർക്കാണ് അതിൽ നഷ്ടക്കച്ചവടം എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രമല്ലേ, UDF അല്ലേ നഷ്ടം സഹിക്കേണ്ടി വരിക? ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ മാറുന്നെങ്കിൽ അത് UDFനായിരിക്കും നഷ്ടം വരിക ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് കേരള കോൺഗ്രസിനെ പിടിച്ചതിന്റെ പേരിൽ അതും ചിലപ്പോൾ നഷ്ടപ്പെടാം. കാരണം കേരള കോൺഗ്രസിൽ പലരും ഇപ്പൊ നിൽക്കുന്നത് നേതാക്കളല്ല, അണികൾ അത്ര തൃപ്തിയോടെ അല്ല LDFിൽ നിൽക്കുന്നത്. അവരുടെ കണ്ണ് കോൺഗ്രസിലോട്ട് തന്നെയാണ്, കോൺഗ്രസ് പാളയത്തിലാണ്. അപ്പൊ അങ്ങനെ നിരാശരായി നിൽക്കുന്ന കുറെ പേർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ BJPയിലേക്ക് പോകുന്നതിനും വിരോധമില്ലാതെ വന്നേക്കാം. വോട്ട് ചെയ്യുന്ന ആ വോട്ടിംഗ് മാറ്റം ചിലപ്പോൾ അത് സ്ഥാനാർത്ഥിയുടെ മികവും കൂടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് അത് വ്യക്തമായി കണ്ടതാണ്. മികച്ച സ്ഥാനാർത്ഥികളുള്ളിടത്ത് 45 വർഷമായി CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന ചില മണ്ഡലങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. വലിയ മണ്ഡലങ്ങൾ, വലിയ വാർഡുകൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. 45 വർഷമായി ഇരുന്ന കോർപ്പറേഷനാണ് കയ്യിൽ നിന്ന് പോയത്. അതുപോലെ തന്നെ അതിലത്തെ ഒരു 10ഓളം വാർഡുകൾ CPM കുത്തകയായിരുന്നു. അതൊക്കെ ഇത്തവണ അവിടെ നഷ്ടം വന്നു. അതാണ് BJP 50ലേക്ക് എത്താൻ കഴിയും. അത് അവര് ഒരിക്കലും വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. പലപ്പോഴും അവര് വിശ്വസിച്ചിരുന്നില്ല. ഞാനത്
CPM-ന്റെ വലിയ നേതാക്കളോട് വരെ ഞാൻ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു 47-നും 52-നും ഇടയ്ക്ക് ഒരു സീറ്റ് BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ഒരിക്കലും പറ്റില്ല, 40-നപ്പുറം BJP ഇവിടെ പോവില്ല എന്നോട് തർക്കിക്കുകയുണ്ടായി. അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇക്കുറി വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നവർ SIR അനുസരിച്ച് വന്ന കണക്കിൽ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 18-നും 19-നും ഇടയിൽ പ്രായമുള്ള വോട്ടർമാരുടെ എണ്ണം നോക്കിയാൽ 4,24,518 അതെ. ഈ വിഭാഗം, അതായത് യുവാക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ നാടിന് ആര് ഗുണം ചെയ്യുന്നു, അന്ധമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് നേട്ടം ആര് തരും എന്ന് വിലയിരുത്തി വോട്ട് ചെയ്യുന്നവരാണ് അവർ എന്നാണ് പറയപ്പെടുന്നത്. ഈ 4,24,000 വരെ വോട്ടുകൾ നിർണായകമായിരിക്കും, വളരെ നിർണായകമായിരിക്കും. അതിന് പുറമെ ഇപ്പോൾ SIR വന്നിട്ട് ഒരു 8 ലക്ഷത്തിൽ ചില വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു. അതും കൂടുതലും LDF-ന് അതിനിർണായകമാണ്. നോർത്തിൽ ചില സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിനും ചില കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, സാധ്യതയുണ്ട്. ആ വെട്ടിമാറ്റപ്പെട്ട വോട്ടുകൾ എത്രയാണ് എന്നുള്ളത് വളരെ നിർണായകം തന്നെയാണ്. അതിന് പുറമെ ഈ യുവാക്കളുടെ വോട്ടും സ്ത്രീകളിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ടും ഇത്തവണ BJPക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ യുവാക്കൾ 4,24,000, സ്ത്രീ വോട്ടർമാർ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1,38,00,000 പരം വോട്ടുകൾ, ഇതെല്ലാം തന്നെ നിർണായകമാണ്. അതിന് കാരണം കേരളത്തിലെ ജനതയേക്കാൾ കൂടുതൽ ഇവിടുന്ന് പുറത്തു പോയവരാണ് BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. പ്രവാസികൾ ഏറെ. പ്രവാസി വോട്ടർമാരുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,23,558 ഉണ്ട്. അവരുടെ വീട്ടുകാരെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത്. ഏതൊരു ഇന്റർവ്യൂവില് ജോൺ ബ്രിട്ടാസ് പറയുന്നത് ഞാൻ കേട്ടു, കേരളത്തിന് 14 ജില്ലകളാണുള്ളത്, പക്ഷെ ഞങ്ങൾക്ക് ഒരു ജില്ലയും കൂടെ ഉണ്ട്, 15 ജില്ലയുണ്ട്. അത് ഏതാന്ന് ചോദിച്ചപ്പോൾ ദുബായ് ആണെന്ന്. എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഗതികേടാണതേ. ഇവിടെ ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ഇവിടെ തൊഴിൽ കിട്ടാത്തതുകൊണ്ട്, ന്യായമായ ഒരു അന്തസ്സുള്ള ഒരു ജോലി കിട്ടാത്തത് കൊണ്ടാണ് അവൻ ദുബായിൽ പോയി കിടക്കുന്നത്. നമുക്കറിയാം ദുബായിലൊക്കെ എത്ര ശമ്പളമാണ് ഇപ്പോൾ പലർക്കും ഉള്ളതെന്ന്. വളരെ ഗതികേടിലാണ് പലരും ജീവിക്കുന്നത്. അതിനെ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് ജോൺ ബ്രിട്ടാസ് പോലും പറയുന്നത്, ഞങ്ങൾക്ക് 15 ജില്ലയുണ്ട്, അതൊന്ന് ദുബായ് ആണ്. അതെ. അപ്പൊ അവിടെയൊക്കെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് കേരളത്തിന്റെ അപാകത. അത് മാറ്റാൻ ആർക്ക് കഴിയും എന്നുള്ളത് വിദേശ വസിക്കുന്ന മലയാളികൾക്കും അന്യ സംസ്ഥാനങ്ങളിൽ വസിക്കുന്ന മലയാളികൾക്കും പൂർണ്ണ ബോധ്യമുണ്ട്. അവർ അവരുടെ തദ്ദേശ വോട്ടർമാരെയും ബന്ധുക്കളെയും വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ, അതായത് BJPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിതിൻ നബീൻ വന്ന് നിരീക്ഷണം നടത്തി. അതിനുശേഷം കിരൺ റിജിജു ഇപ്പോൾ കൃത്യമായ ആസൂത്രിതമായ കൂടിക്കാഴ്ചകൾ നടത്തുന്നു. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കൂടിക്കാഴ്ചയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും തീർച്ചയായിട്ടും. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ട്, 2020 കൂട്ടുകെട്ട്. അപ്പോൾ ഇത് ന്യൂനപക്ഷങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട അവിടെ നടപ്പാക്കുകയാണ്. അത് വളരെ കൃത്യമായ ട്രാക്ക് തെളിയിച്ച് ആ ട്രാക്കിലൂടെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന്, ഹിന്ദുക്കളുടെ പരമാവധി വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കുക. ഈ കാര്യങ്ങൾ നടക്കുകയാണ് അല്ലെ? അതെ അതെ. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം വരുന്നതിനോടൊപ്പം കപ്പിനും ചുണ്ടിനിടയിൽ തങ്ങൾക്ക് ചില മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ 5,000-ഓ 4,000-ഓ ഒക്കെ വോട്ട് ചിലപ്പോൾ മതിയാവും ക്രിസ്ത്യൻ വോട്ടുകൾ. അത് മുഴുവനൊന്നും കിട്ടണമെന്നില്ല. ക്രിസ്ത്യൻ മുഴുവൻ വോട്ടും കിട്ടുമെന്നും ഉറപ്പില്ല. കാരണം കോൺഗ്രസിന്റെ കൂടെ ഒരു വലിയ വിഭാഗം വോട്ടൊക്കെ പോവും. ഇപ്പോഴത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അത് ട്രഡീഷണലി അത് പെട്ടെന്ന് വരുന്നില്ല. നമുക്ക് BJPക്ക് മാത്രമല്ല, ഈ ക്രൈസിസ് ഒരു കാലത്ത് CPM-നുണ്ടായിരുന്നു. CPM-ന് ബാലികാറാം മലയായിരുന്നു ഈ ക്രിസ്ത്യൻ വോട്ടുകൾ. അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകൾ പിന്നെ കുറച്ച് അവർക്ക് മുസ്ലിം ലീഗുമായിട്ടുള്ള 67 ഉണ്ടാക്കിയ ബന്ധത്തിലൊക്കെ കുറച്ച് മാറ്റം വന്നെങ്കിലും പിന്നീട് അത് കഴിഞ്ഞ് 70-കൾ മുതൽ മുസ്ലിം ലീഗ് അപ്പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ അതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവരുടെ ചില നിഷ്പക്ഷ സ്റ്റാൻഡുകളും കൊണ്ട് പലപ്പോഴും ഒരു നല്ലൊരു ശതമാനം മുസ്ലിം വോട്ടുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ അങ്ങനെ കിട്ടാറില്ലായിരുന്നു. അത് വളരെ അപൂർവമായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് എൻ ബ്ലോക്ക് ആയിട്ട് കേരള കോൺഗ്രസ് എന്ന പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിന് ആ ബേസ് ഇപ്പോഴും പൂർണ്ണമായി അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല, അത് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു കൺസിഡറബിൾ ഭാഗം അല്ലെങ്കിൽ ഒരു 10% കിട്ടിയാലും മതി ചില സ്ഥലങ്ങളിൽ BJPക്ക്
വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ. അത് മൊത്തം കിട്ടേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു 10% കിട്ടിയാൽ ഇപ്പോൾ അവർക്ക് ചില ഡെഫിസിറ്റ് 5000 വോട്ടിന് തോറ്റു, 2000 വോട്ടിന് തോറ്റു എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ 3000 4000 വോട്ടിന് ജയിക്കുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന 40-ൽ ചില ഒരു 20 മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. മുൻബന്ധത്തെക്കാളും ഒക്കെ തന്നെ ഏറ്റവും അടുത്തൊരു ബന്ധം, ഇഴയടുപ്പം കൂട്ടിയൊരു നിലപാട് BJP-യും RSS തമ്മിൽ ഇപ്പോൾ വന്നിരിക്കുന്നു കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അത് ശരിയാവും? അത് മുമ്പേ ഉണ്ട്, പക്ഷെ ഇപ്പോൾ കുറെ കൂടെ ശക്തമായി എന്ന് മാത്രമല്ല തട്ടിലുള്ള പ്രവർത്തനത്തിൽ പ്രതിഫലിക്കുന്നു. മുമ്പ് ഈ RSSകാർ പ്രവർത്തിക്കാൻ വരുമെങ്കിൽ അവരൊരു ടിപ്പിക്കൽ സ്റ്റൈലിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു കേഡർ സ്വഭാവവും അവരുടെ ഒരു ഒരു ഹിന്ദുത്വ ചിന്തയിൽ മാത്രം അധിഷ്ഠിതമായിട്ടൊരു പോക്കായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ പോളിഷ്ഡും റിഫൈൻഡുമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യകർത്താക്കളാക്കി മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ വിജയം സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് RSSന്റെ പ്രവർത്തകർ നടത്തിയ താഴെത്തട്ടിലെ പ്രവർത്തനം, മോളിൽ രാജീവ് ചന്ദ്രശേഖരും മറ്റും ആ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനത്തിനേക്കാൾ അതിഗംഭീരമായ പ്രവർത്തനമാണ് താഴെത്തട്ടിൽ നടന്നത്. അതൊരു 10-70 മണ്ഡലങ്ങളിൽ അങ്ങനെ നടന്നുകൊണ്ടാണ് BJPക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, മറ്റൊന്ന് കൂടി, BJP ആണെങ്കിലും RSSും ഇപ്പോൾ നടത്തുന്ന ഒരു പ്രചാരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് തങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല, അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് സൈലന്റായി. തീർച്ചയായിട്ടും അതൊരു പക്ഷേ വോട്ടായി മാറിയില്ലെങ്കിൽ പോലും അവർക്ക് എതിർപ്പായി വരാനുള്ള സാധ്യത കുറയ്ക്കും. അത് തന്നെ കുറച്ചാലും മതി. കാരണം ഇവൻ വാശി കയറി ഇയാള് തോൽക്കട്ടെ, താമര ഇവിടെ വിരിയാതിരിക്കട്ടെ എന്ന് മറ്റേ ഒരിക്കലും തനിക്ക് പ്രതീക്ഷിക്കാത്ത ഒരാളിന് വോട്ട് ചെയ്യുന്ന സന്ദർഭം പോലും ഉണ്ടാവാതെ ഇരിക്കാൻ അത് സഹായിക്കും. അത്രയും സഹായിച്ചാൽ തന്നെ വളരെ മാറ്റം വരും. കാരണം ഒരു 10 സീറ്റൊക്കെ BJPക്ക് നിഷ്പ്രയാസം പിടിക്കാവുന്നതേ ഉള്ളൂ ഈ ക്രോസ് വോട്ടിംഗ് വന്നില്ലെങ്കിൽ. ആ ക്രോസ് വോട്ടിംഗ് ആണ് പലപ്പോഴും BJPക്ക് വിരിയാനുള്ളൊരു താമര പോലും ഇല്ലാതാക്കും. നേമത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വട്ടിയൂർക്കാവിൽ അത് പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇത് പരിഹരിക്കാൻ അവർക്ക് ഈ പ്രക്രിയയിലൂടെ കഴിയും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ LDFനും UDFനും ക്രൂഷ്യലാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അവരവരുടെ വോട്ട് അവരവരുടെ പെട്ടിയിൽ അങ്ങനെയല്ലേ നോക്കുള്ളൂ. അതിൽ യാതൊരു മാറ്റം വരുത്തില്ല. അങ്ങനെ വരികയാണെങ്കിൽ ക്രോസ് വോട്ട് ചെയ്യുന്നവൻ പാതാളത്തിൽ പോകും, സംശയമില്ല. അതുകൊണ്ട് ക്രോസ് വോട്ടിംഗ് 1000 വോട്ടല്ല 500 വോട്ട് പോലും ക്രോസ് വോട്ടിങ്ങിന് വേണ്ടി നിൽക്കില്ല. നിന്നാൽ അത് തൻ്റെ ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ പരാജയമായിരിക്കും വരുത്തുക. അതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് BJPയും RSSും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പരമാവധി മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നതിനപ്പുറത്തേക്ക് സീറ്റ് നേട്ടം, ആ നേട്ടത്തിന്റെ പട്ടിക ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഹിന്ദു വോട്ട് പരമാവധി സമാഹരിക്കുക, ന്യൂനപക്ഷങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുക, അവരെ കൂടുതൽ അടുപ്പിക്കുക, ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് കൂടി വരണം ഒരു ഭാഗം എന്ന ലക്ഷ്യത്തോടു കൂടി അവർ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കിരൺ റിജിജു എന്ന കേന്ദ്രമന്ത്രി കേരളത്തിൽ ഇപ്പോഴെത്തി സഭാ നേതൃത്വവുമായി ചർച്ചകൾ നടത്തുന്നത്. ഇനി പ്രധാനമന്ത്രി വന്ന് ഏതൊക്കെ കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്? അതെ, നമ്മൾ കാത്തിരിക്കുകയാണ്. മാർച്ച് ആദ്യവാരം പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള കൂടുതൽ മാസിനെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം നമുക്ക് പ്രതീക്ഷിക്കാം, പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിതിൻ നബീൻ എന്ന ദേശീയ അധ്യക്ഷൻ BJPക്ക് വേണ്ടി കൃത്യമായ ആസൂത്രണത്തോടുകൂടി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നേട്ടം അത് തന്നെയാണ്. ശാസ്ത്രീയമായ മുന്നോട്ട് പോക്ക്, അത് ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ജാഗ്രതയിലാണ് കേരളത്തിലെ ഇടത് UDF നേതൃത്വങ്ങൾ എന്നുകൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. കാരണം അവർക്കിപ്പോൾ ചങ്കിടിപ്പേറിയിരിക്കുകയാണ്. തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴേണ്ട വോട്ടുകളാണ് ഇപ്പോൾ BJP അടിച്ചു മാറ്റുകയാണോ എന്ന് അവർ സംശയിക്കുന്നത്, ഭയക്കുന്നത്. കാത്തിരിക്കാം ഇതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്നറിയാൻ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാൻ നോക്കാം. നമസ്കാരം.